ഒറ്റ സീറ്റ് പിടിക്കില്ല. അത് പ്രവചനമൊക്കെ പലതും നടക്കും. ആ പ്രവചനത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ BJP ജയിക്കും എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാ? നിങ്ങൾ തന്നെ പറഞ്ഞത് 3-4 മണ്ഡലങ്ങളാണ് അല്ലേ? ആ 3-4 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്താണ് 3 മണ്ഡലം പറയുന്നത്. ആ 3 മണ്ഡലത്തിലും BJP ജയിക്കൂല. പിന്നെ ഇനി BJP ജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ ജയിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വലിയ മുന്നേറ്റം. ഞാൻ എല്ലാ ജില്ലയിലും പോയി മണ്ഡലം കമ്മിറ്റികളെല്ലാം, പ്രധാനപ്പെട്ട മണ്ഡലം കമ്മിറ്റികളെല്ലാം പരിശോധിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ദിവസമായി എല്ലാ 14 മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് കൂടി പരിശോധിച്ചു. വലിയ മുന്നേറ്റം തന്നെയാണ് കേരളത്തിലും. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ടഫ് ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം ഉൾപ്പെടെ നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഈ തിരുവനന്തപുരത്ത് അവർ പറയുന്ന 3 മണ്ഡലങ്ങളുണ്ട്. ആ 3 മണ്ഡലത്തിനും സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. വലിയ രീതിയിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുള്ള സമീപനം കേരളം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. മഞ്ചേശ്വരത്ത് കാണുന്നത് എന്താ പറഞ്ഞാൽ, അവിടെ SDPയുടെ സ്ഥാനാർത്ഥിയെ ലീഗ് നേതൃത്വം തന്നെ ഇടപെട്ടിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. അപ്പോൾ അവിടെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണെന്ന് ആളുകൾ പറയുന്നത്. അങ്ങനെയുള്ള നിലപാടുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ജയിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് കേരളത്തിലെവിടെയും. ഒരു കളവുമില്ല. ഞങ്ങൾക്ക് എന്ത് കളമ്പോ? ഒരു കളവുമില്ല. ഞങ്ങൾ കൃത്യമായ LDF എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? അതിനാ അല്ല, എന്താ എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? എങ്ങനെയാ ആയിട്ടാണോ? ഞങ്ങളതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എല്ലാ വർഗീയ സംഘടനകളെയും ഞങ്ങൾ കൃത്യമായ നിലപാട് വെച്ചുകൊണ്ടാണ് അളന്നിട്ടുള്ളത്. അത് അങ്ങനെ പറയണ്ടെന്നാണ് തീരുമാനിച്ചത്. പോരെ, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പറയാണ്ടില്ലാന്ന്. അതല്ല, ഓരോ സ്ഥാനാർത്ഥിയും പറഞ്ഞല്ലോ, ഓരോ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം മഞ്ചേശ്വരം സ്ഥാനാർത്ഥി പറഞ്ഞു SDP എന്ന് പറയുന്നത് മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന്. ആരാ പറയുന്നത്? UDFന്റെ സ്ഥാനാർത്ഥിയാണ് പറയുന്നത്. അങ്ങനെ പലരും പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലാണ് മത്സരിക്കുന്നത്. മത്സരിച്ച് ഇപ്പോൾ ഇത്ര വരെ എത്തിയതിനു ശേഷം 3 ദിവസം മുമ്പ് മാത്രം വേറെ ആരെങ്കിലും ആ മുന്നണിയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുകയോ ഏതെങ്കിലും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയോ സീറ്റ് കൊടുക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. SDP അവിടെ സ്വാധീനമുള്ള മണ്ഡലത്തിലെല്ലാം അവർ മത്സരിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടോ? അതല്ല അവർ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നമില്ല.